ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് കൊടിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധമായ റമളാനിൽ നാം ഏവരും വളരെ ഗാംഭീര്യത്തോടുകൂടി ഓർക്കുന്ന, അതല്ലെങ്കിൽ ഗൗരവത്തോടുകൂടി പഠിക്കുന്ന, അതല്ലെങ്കിൽ ഗൗരവത്തോടുകൂടി പഠിക്കേണ്ടതായ ഒരു വിഷയമാണ് ബദറും ബദറിൻ്റെ സന്ദേശവുമൊക്കെ. വിശദമായി സംസാരിക്കേണ്ട ബദറിൻ്റെ സന്ദേശത്തിലെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ബദർ എന്ന് പറയുന്ന യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമും ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതല്ല. മറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരു കച്ചവട സംഘത്തെ തടയാനായിരുന്നു സത്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബ കിറാം റളിയല്ലാഹു അൻഹും ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം മുമ്പ് തന്നെ മറ്റൊരു മലഞ്ചെരുവിലൂടെ പ്രിയപ്പെട്ടവരെ ഈ കച്ചവട സംഘം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇപ്പോൾ വരുമെന്ന നിലക്ക് കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നമുക്ക് ചില പാഠം പഠിക്കാനുണ്ട്. ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരിൽ അഷറഫുൽ ഖൽക്കായ, മനുഷ്യക്കൂട്ടത്തിൽ അഷറഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് ഔലിയാക്കന്മാരെന്ന് വിളിക്കാൻ പറ്റുന്ന സ്വഹാബ കിറാമും അടങ്ങുന്ന സംഘമാണ് ഈ കച്ചവട സംഘത്തെ കാത്തിരിക്കുന്നത്. പക്ഷേ അവർ വഴിമാറിപ്പോയത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല എന്ന കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടി ഓർക്കണം ഈ സന്ദർഭത്തിൽ. 2, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും എതിർത്ത് തോൽപ്പിക്കാൻ അവർ മക്കയിൽ നിന്ന് വലിയൊരു സന്നാഹവുമായി 1000-ലോ അധികമോ 1000-ഓളമോ വരുന്ന ഒരു ടീം പുറപ്പെട്ടു എന്ന വിവരമറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെയുള്ള സന്തത സഹചാരികളാകുന്ന അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറയുന്നു അതിലേക്ക് ഞങ്ങൾ എങ്ങനെയും മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ, ആയുധ സന്നാഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയില്ല, സ്വഹാബത്തിൻ്റെ കൂടെയില്ല, വലിയ കുതിരപ്പടയാളികളില്ല, ഒട്ടകക്കൂട്ടങ്ങളില്ല. ബദറിലേക്ക് നടന്നു പോകുമ്പോൾ 3 പേർക്ക് ഒരു ഒട്ടകമെന്ന നിലക്കായിരുന്നു അവർ നടന്നു പോയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള 2 പേരിൽ ഒരാൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്തിനാ ഞാനിത് പറഞ്ഞത്? അത്ര ചുരുങ്ങിയ സംവിധാനങ്ങൾ മാത്രമേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും കയ്യിലുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. പൊട്ടിയ വാള്, തുരുമ്പ് പിടിച്ച ആയുധങ്ങൾ, മൂർച്ച കുറഞ്ഞുപോയ ആയുധങ്ങൾ, അതായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഈമാനികമായ ശക്തിയും തൗഹീദിലധിഷ്ഠിതമായ വിശ്വാസവും അതിശക്തമായി അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്നവർക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അപ്പുറത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും എതിർത്ത് തോൽപ്പിക്കാൻ കടന്നുവരുന്ന ടീമിൻ്റെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളുമുണ്ട്. അവർക്ക് ആയുധ ശേഖരങ്ങളുണ്ട്. പോരാ, കുതിരപ്പടയാളികൾ എമ്പാടുമുണ്ട്, ഒട്ടകക്കൂട്ടങ്ങളുണ്ട്. യുദ്ധത്തിൻ്റെ വിജയം ഉറപ്പായും ലഭിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ടുവരുന്ന അവർക്ക് മദ്യം വിളമ്പാൻ ആളുകളുണ്ട്. നർത്തകിമാരെ കൂടെ കൊണ്ടുവന്നുകൊണ്ടാണ് അവർ യുദ്ധത്തിൻ്റെ ആ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തലേ രാത്രി അവർ 10 ഒട്ടകങ്ങളെ അറുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും അവിടെ കൂടെയുണ്ട്, ആൾക്കൂട്ടങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈമാനികമായ കരുത്തുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ എല്ലാം ഒരുക്കിയെടുത്തുകൊണ്ട് അവർ മാറി നിന്നിട്ടില്ല, ഒരുങ്ങാതിരുന്നിട്ടില്ല. അവർ മാനസികമായും ശാരീരികമായും അവരെല്ലാറ്റിനും റെഡിയായി. പക്ഷെ പട്ടിണി പാവങ്ങളായിരുന്നു. റമളാനിൻ്റെ ശക്തമായ ചൂടേറിയ സമയം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ മുട്ടുകാൽ കുത്തിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വചനങ്ങളുണ്ട്. ലോകത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ കഅബാലയത്തിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ കില്ല പിടിച്ചുകൊണ്ട് ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ അടക്കമുള്ള ആളുകൾ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനാ വചനങ്ങൾ കാണാം. അതിലൊന്ന് ഇങ്ങനെയാണ്: അല്ലാഹുമ്മൻസുറഹദൽ ജുൻദൈൻ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? അബൂജഹലാണ് പ്രാർത്ഥിക്കുന്നത്. മുശ്രിക്കുകളുടെ നേതാവാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് അല്ലാഹുവേ, 2 സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് റബ്ബേ, അതിൽ ഒരു സൈന്യത്തെ നീ ജയിപ്പിക്കണേ, സഹായിക്കണേ, വിജയിപ്പിക്കണേ എന്ന് അബൂജഹൽ പ്രാർത്ഥന നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ബദറിന്റെ ആ രണാങ്കണത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ഞാൻ പറയാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട്, അബൂജഹൽ എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ് പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോട്. പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ ബദർ എന്ന് പറയുന്ന യുദ്ധമുണ്ടായത്? ബദർ എന്ന് പറഞ്ഞാൽ തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമാണ്, ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാണ്, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമാണ്, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പൊ പിന്നെ തൗഹീദും ഷിർക്കും തമ്മിലുള്ള പോരാട്ടമായിട്ട് അബൂജഹൽ എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബദറിലേക്ക് പുറപ്പെടുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ ബദർ? അവിടെയാണ് നമ്മൾ ബദറിന്റെ സന്ദേശത്തിൽ ഒന്നാമത്തെ കാര്യം പഠിക്കേണ്ടത്. കാരണം മക്കയിൽ ജീവിക്കുന്ന മുശ്രിക്കുകളായ ആളുകൾ, ആ നാട്ടിൽ ജീവിക്കുന്ന മുശ്രിക്കുകളായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുവായി കാണുന്ന ആളുകൾ, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരല്ല, അവർ അള്ളാഹുവിന്റെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാത്തവരല്ല, അവർ അള്ളാഹുവിന്റെ പേരുച്ചരിക്കാത്തവരല്ല, അവർ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് തെൽബിയത്ത് മുടക്കി വന്നവരാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവർ ചൊല്ലിയ തൽബിയത്ത്: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു ശരീക്കുമില്ല, ഒരു പങ്കാളിയുമില്ല. ആ 2 വരികൾ മനോഹരമാണ്. എത്ര മനോഹാരിതയുള്ള വരികളാണ്! തൗഹീദ് ഉദ്ഘോഷിക്കുന്ന വരികളാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാറുണ്ടായിരുന്നു, അവിടെ വെച്ച് നിങ്ങൾ നിർത്തൂ, ഇനി ബാക്കി നിങ്ങൾ സാധാരണ ചൊല്ലുന്നത് ചൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എന്താണ് അവർ ചൊല്ലിയത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. നിനക്ക് പങ്കാളിയുണ്ട്, ആ പങ്കാളി നിനക്കുള്ള പങ്കാളിയാണ്, ആ പങ്കാളിയുടെ ഉടമസ്ഥാവകാശം നിന്റെ പക്കലാണ്, ആ പങ്കാളികളുടെ അധികാരം നിന്റെ പക്കലാണ്. ആ പങ്കാളികളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നീ കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു ആര് ചൊല്ലിയ തൽബിയത്ത്? മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിയിരുന്ന തൽബിയത്ത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചു വരുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അവർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി വന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹ് എന്ന പദം അവർ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിനെ വിളിച്ചവർ പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, അവർ കപ്പലിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അവർ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഈ കോലിളക്കമുള്ള തിരമാലകൾ ആഞ്ഞടിക്കുന്ന, ആർത്തിരമ്പുന്ന തിരമാലകളുള്ള ഈ കടലിൽ, ഈ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള, ജീവൻ അപകടത്തിലാവാൻ സാധ്യതയുള്ള ഈ സമയത്ത് അള്ളാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നവർ കടലിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രത്യേകത എന്താണ്? ഫലമ്മ നജ്ജാഹും ഇലൽ ബർരി, കടലിൽ നിന്ന് കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തി കൊടുത്താൽ ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും ഷിർക്ക് ചെയ്യുന്നവരായി മാറുമെന്ന്
അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിത്തന്ന അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റും. അപ്പൊ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. സന്നിഗ്ധ ഘട്ടത്തിൽ അവർ അള്ളാഹുവിനോടാണ് ദുആ ചെയ്തത്. പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ അവരെ നമ്മൾ ഷിർക്കിന്റെ ആളുകളായി, മുശ്രിക്കുകളായി, പരിശുദ്ധ ഖുർആനും ലോകത്തിലേക്ക് കടന്നു വന്ന പണ്ഡിതന്മാരുമൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? അവർ എല്ലാ സമയത്തും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് അവരോട് തൗഹീദ് പറയുമ്പോൾ അവർ ചോദിച്ച ചോദ്യം ഖുർആനിൽ കാണാം. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെയും ഒരുമിപ്പിച്ച് ഒരൊറ്റ ഇലാഹാക്കി താങ്കൾ മാറ്റുകയാണോ? ഇന്ന ഹാദാ ശൈഉൻ ഉജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ. എല്ലാ ഇലാഹുകളും, അപ്പൊ അവർക്ക് ഇലാഹ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ, ദുഃഖഘട്ടങ്ങളിൽ അവർ ആ ഇലാഹുകളെ സമീപിക്കുമായിരുന്നു അവരുടെ വിഷമങ്ങൾ തീർന്നു കിട്ടാൻ. അങ്ങനെയുള്ള ഒരുപാട് ഇലാഹുകളെ സമീപിക്കുന്ന മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുമ്പോൾ, ഇബാദത്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മാത്രമെന്ന് പറയുമ്പോൾ, ദുആ അള്ളാഹുവിലേക്ക് മാത്രമെന്ന് പറയുമ്പോൾ, നേർച്ച വഴിപാടുകൾ അള്ളാഹുവിലേക്ക് മാത്രമെന്ന് പറയുമ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ്, എല്ലാ ഇലാഹുകളെയും ഒരുമിപ്പിച്ച് ഒരൊറ്റ ഇലാഹാക്കി മാറ്റാനാണോ താങ്കൾ വന്നിട്ടുള്ളത്? ഇതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥതലം എന്താണ്? അവർക്ക് ഇലാഹിനറിയാമായിരുന്നു, അള്ളാഹുവിനറിയാമായിരുന്നു. അപ്പൊ പിന്നെന്തിനാണ് ബദർ ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ബദർ എന്ന് പറഞ്ഞാൽ തൗഹീദും ഷിർക്കും തമ്മിലുള്ള പോരാട്ടമാണ്. ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് പ്രതികൂല സാഹചര്യത്തിലും, ഇരുട്ടിലും വെളിച്ചത്തിലും, പ്രിയപ്പെട്ടവരെ രാപ്പകലുകളിലും അന്ത്യയാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും നമുക്ക് വിളിക്കാനുള്ളത് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമാണ്. അവന്റെ പേരിൽ മാത്രമാണ് സത്യം ചെയ്യാനുള്ളത്. നേർച്ച വഴിപാടുകൾ അവന്റെ പേരിൽ മാത്രമാണ് നമുക്ക് സമർപ്പിക്കാനുള്ളത്. അത് തെറ്റിച്ചവരായിരുന്നു മുശ്രിക്കുകൾ എന്ന് പറയുന്ന ആളുകൾ. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ അതിനു വേണ്ട ദുർന്യായങ്ങൾ നിരത്തും. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനത്തിൽ കാണാം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവർ പറഞ്ഞ ന്യായമാണത്, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല അള്ളാഹുവിലേക്കൊരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ. ഇത് 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനമാണ്. 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ന്യായം. ഒന്ന്, നമ്മൾ പാപികളാണ്, ദോഷികളാണ്, കുറ്റം ചെയ്തവരാണ്, തെറ്റ് ചെയ്തവരാണ്, അതുകൊണ്ട് നമ്മൾ ദൂരെ നിൽക്കുന്നവരാണ്. ഇവരൊക്കെ അള്ളാഹുവിലേക്ക് അടുത്തവരാണ്, വലിയ വലിയ മഹത്തുക്കളാണ്, ഇവർ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അവരെ ആരാധിച്ചത്. രണ്ട്, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യും. ഈ കാണുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസമാണ് ഇവർ അന്ന് ദുർന്യായമായി പറഞ്ഞത്. ഇന്നു പറഞ്ഞതല്ല, 1400 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ കലാമായി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തന്ന പരിശുദ്ധ ഖുർആനിലാണ് ഈ ന്യായം അന്നത്തെ ആളുകൾ പറഞ്ഞുവെന്ന് അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ന്യായമായി അവർ പറഞ്ഞത്, അല്ല പ്രിയപ്പെട്ട മനുഷ്യരെ, അല്ല സുഹൃത്തുക്കളെ, അല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഈ കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളോട്, മഹത്തുക്കളോട് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിവുണ്ടോ, ഉപദ്രവം വരുത്താൻ അവർക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഖാലൂ ബൽ, അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല, മറിച്ച് വജദിന ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ വാപ്പമാരെ, വല്ലിപ്പമാരെ, ഉപ്പമാരെ, ഉപ്പാപ്പമാരെ, പാരമ്പര്യമായി ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ കണ്ടത് ഇപ്രകാരം ചെയ്യുന്നവരായിട്ടാണ്. ഈ മൂന്ന് ന്യായമല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മൾ കൊച്ചു കേരളം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഉമ്മമാരുടെ നാവിൽ നിന്ന് കേൾക്കുന്നത്, നമ്മുടെ ഉപ്പമാരുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് ഈ ന്യായമല്ലേ? ഈ ഖബറിന്റെ മുന്നിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഈ ഖബറിലുള്ള ആള് പടച്ചവനല്ല, റബ്ബല്ല, മറിച്ച് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും.
അല്ലേ? അങ്ങനെയല്ലേ കേൾക്കുന്നത്? അതല്ലെങ്കിൽ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. ഞങ്ങളുടെ വാപ്പമാരും വല്ലിപ്പമാരും പണ്ഡിതന്മാരും ഒക്കെ ഇങ്ങനെ ചെയ്തു വന്നവരാണ് എന്നല്ലേ അവർ പറയുന്നത്. അപ്പൊ ബദറിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ പാഠം തൗഹീദ് ശരിക്ക് പഠിക്കുക എന്നതാണ്. മുശ്രിക്കുകളായ ആളുകളോട്, അന്നത്തെ ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ അർ-റഹ്മാനായ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർ-റഹ്മാൻ, നിങ്ങൾ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖാലു വമർ റഹ്മാൻ, അവർ ചോദിച്ചു എന്താണ് ഈ അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളെ, അസ്മാഉകളെ, സിഫാത്തുകളെ അവർക്ക് വേണ്ടതുപോലെ അറിയുമായിരുന്നില്ല. അവർ അള്ളാഹു എന്ന ആ വലിയ മഹാശക്തിയിൽ അവർ വിശ്വസിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചോ സിഫാത്തുകളെക്കുറിച്ചോ വേണ്ടത്ര അറിവ് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു മുഅ്മിൻ എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് പരിശുദ്ധ റമദാനിന്റെ നോമ്പ് 17ന്റെ സമയമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുണ്യകരമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? അള്ളാഹുവിന്റെ അസ്മാഉകളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? അള്ളാഹുവിന്റെ അസ്മാഉകളെ മുൻനിർത്തി നാം അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നവരാണോ? അപ്പോ തൗഹീദ് എന്ത് എന്ന് കൃത്യമായി പഠിക്കുക എന്നത് പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ബദറിന്റെ സന്ദേശമായി പഠിക്കേണ്ട മഹത്തരമായ സന്ദേശമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സന്ദേശം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാർത്ഥമായ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. വിശ്വാസികളെ, രണ്ടാമത്തെ സന്ദേശമായി പറയാനുള്ളത്, പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്, ഉത്തരമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ മുന്നൂറ്റി ചില്ലാൻ ആളുകളുമായി നിൽക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിജയം. എന്നിട്ടും അവർ പിറകോട്ട് മാറിയില്ല. നിരന്തരമായ പ്രാർത്ഥനയിലായിരുന്നു. നിരന്തരമായ പ്രാർത്ഥന. റുക്കൂയിലും സുജൂദിലുമൊക്കെ കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അവർ അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുകയായിരുന്നു. അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ മുട്ടുകാൽ കുത്തി നിന്നുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. അല്ലാഹുവേ ഐനമാ വഅദ്തനി, അള്ളാഹുവേ നീ വാഗ്ദാനം ചെയ്ത ആ സഹായം എവിടെയാണ് റബ്ബേ? ആ വിജയം എവിടെയാണ് റബ്ബേ? അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, പടച്ചവനെ നീ വാഗ്ദാനം ചെയ്ത വിജയം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ, എനിക്ക് നൽകണേ എന്ന് മാത്രമല്ല, അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ ലൻ തുഅബദ ഫിൽ അർളി അബദാ, പിന്നെ നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. നിന്നെ ആരാധിക്കുന്ന ഒരു ടീം ഭൂമിയിൽ ബാക്കിയാവുകയില്ല എന്നു തുടങ്ങിയ നിരന്തരമായ പ്രാർത്ഥന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ നടത്തുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, യാ നബിയല്ലാ, ഓ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, കഫാക്, മദി നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, മതി എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മദി നബിയെ, എന്തു മതി? മുനാശദത്തുക റബ്ബക്, നിങ്ങൾ നിങ്ങളുടെ റബ്ബുമായി നടത്തിയ ഈ സംസാരമുണ്ടല്ലോ, അള്ളാഹുമായി നടത്തിയിട്ടുള്ള ഈ നിരന്തരമായ പ്രാർത്ഥനയുണ്ടല്ലോ, അത് മദി നബിയെ, നിങ്ങൾ കരയല്ല നബിയെ എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക്, താങ്കൾക്ക് റബ്ബ് നൽകിയ വാഗ്ദാനം, ആ വിജയമുണ്ടാകും നബിയെ, പിന്നെ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ടും വിജയമുണ്ട് എന്ന് മാത്രമല്ല, എവിടെ ഉത്ബ മരിച്ചു കിടക്കും, എവിടെ ഷൈബ മരിച്ചു കിടക്കും, എവിടെ വലീദ് മരിച്ചു കിടക്കും, എവിടെ അബു സുഫിയാനിന്റെ മകൻ ഹൻളല മരിച്ചു കിടക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്ക് ചെയ്ത് പറഞ്ഞിട്ട് പോലും അവർ പിറകോട്ട് മാറിയില്ല. നിരന്തരമായ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അവർ മുന്നോട്ട് പോകുന്ന രംഗമാണ് ഞാനും നിങ്ങളും കണ്ടത്. മൂന്നാമത്തെ സന്ദേശമായി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിരന്തരമായി അവർ അള്ളാഹുവിനെ ഓർത്തു എന്നതാണ്. നന്നായിട്ട് അള്ളാഹുവിനെ ഓർത്തു അവർ. നിരന്തരമായി ഒരു മിനിറ്റ് പോലും അള്ളാഹുവിനെ അവർ ഓർക്കാതിരുന്നില്ല. അത് അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്ക് നിരന്തരമായി കാണാൻ പറ്റും. അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക് അള്ളാഹു വിജയം കൊടുക്കുകയാണ്. നാലാമത്തെ സന്ദേശമായി നമ്മൾ പഠിക്കേണ്ടത് അവിടുത്തെ ഇത്വാഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സ്വഹാബികൾ അനുസരിക്കുകയാണ്. പ്രവാചകൻ എന്തു പറയുന്നുവോ പ്രവാചകൻ പിറകോട്ട് മാറുന്നില്ല. പ്രവാചകൻ മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ പ്രവർത്തനത്തിലും മുന്നിൽ നിൽക്കുകയാണ്. നബിയുടെ കൽപ്പനകൾക്കനുസൃതമായി
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ രീതി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സന്ദേശത്തിൽ ഇത് ഇവിടെ വെച്ച് ചുരുക്കുകയാണ്. അപ്പൊ 4 സന്ദേശങ്ങളാണ് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറ്റവും മർമ്മമാണ് തൗഹീദ്. ആ തൗഹീദ് മനസ്സിലാക്കുവാനുള്ള നല്ല ബുദ്ധിയും ശക്തിയും നമുക്കുണ്ടാവണം. അതിനു വേണ്ടിയാകട്ടെ ഈ ബദറിന്റെ സന്ദേശം നമ്മൾ കേൾക്കുന്നത്. നിരന്തരമായി റബ്ബിലേക്ക് നാം ഉയർത്തേണ്ട പ്രാർത്ഥനകൾ ബദറിന്റെ സന്ദേശമായി നമ്മുടെ മുന്നിലേക്ക് വരണം. എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുവാനുള്ള, നിരന്തരമായി റബ്ബുമായി അടുക്കുവാനുള്ള നല്ല ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഖുർആൻ ആവശ്യപ്പെട്ടതുപോലെ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല മുവഹിദുകളായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കുമാറാകട്ടെ. ബദറിന്റെ സന്ദേശം ഓർക്കുന്ന ഘട്ടത്തിൽ അവരുടെ എണ്ണം വെച്ചുകൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി അതൊരു ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾ അള്ളാഹുവിന്റെ സന്ദേശമാണ് പഠിക്കേണ്ടത്, തൗഹീദാണ് പഠിക്കേണ്ടത് എന്ന ഗൗരവപൂർവമുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ത്യാഗപൂർണമായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.